ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കറിയാം, അതിതീവ്ര മഴയാണ് വയനാട്ടിൽ ഇന്ന് ഉണ്ടായത്. കനത്ത മഴയ്ക്ക് പിന്നാലെ കൽപ്പറ്റ കൈനാട്ടിയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഇന്ന് അതിരാവിലെ തന്നെ ഏതാണ്ട് ഉരുൾപൊട്ടിയ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. മലയ്ക്ക് മുകളിലെ തടയണകൾ തകർന്ന് വെള്ളവും അതുപോലെ പാറകളും ബൈപ്പാസ് റോഡിലേക്ക് ഇരച്ചു വന്നു. ഒരു വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് അതിരാവിലെ തന്നെ അവിടെ ഉണ്ടായത്. വളരെ വെളുപ്പിനെ തന്നെ ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ഈ കാര്യം പ്രേക്ഷകർക്കായി റിപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തിയിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇന്ന് ജില്ലാ കളക്ടർ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമാണ് എന്നറിയുന്നുണ്ട്. എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമായിരിക്കില്ല എന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ വാർത്തകളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് തത്സമയം. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ വയനാട്ടിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോഴും തീവ്രമായ മഴ ആ ജില്ലയിൽ തുടരുകയാണോ? അപകടപ്പെടുത്തുന്ന വാർത്തകൾ മറ്റെന്തെങ്കിലും വന്നോ? എന്തൊക്കെ ജാഗ്രതകൾ പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമ്മോട് വിളിച്ചു പറയുന്നത്? SKN റെഡ് അലേർട്ടാണ് വയനാട്ടിൽ. മഴ ഇടവിട്ട് കനത്ത രീതിയിൽ പെയ്യുന്നുണ്ട്. ഈ വെള്ളമെല്ലാം എത്തുന്നത് പുഴകളിലേക്കാണ്. ആ പുഴ പനമരം പുഴയും കബനി പുഴയും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ എല്ലാം വെള്ളക്കെട്ടാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. ഇതുവരെ 28 വീടുകൾ ഭാഗികമായി ജില്ലയിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന കണക്കുകൾ. 332 പേർ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. ഇത്തരത്തിൽ വലിയ 25 ഏക്കറിലധികം കൃഷിനാശമാണ് ഇതുവരെ തിട്ടപ്പെടുത്തിയത്. ഇത്തരത്തിൽ ദുരിത മഴ വയനാട്ടിൽ തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഡാമുകളുടെ നിലയെല്ലാം തന്നെ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ എത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ കബനിപ്പുഴ നേരെ എത്തുന്നത് ബീച്ചനഹള്ളി ഡാമിലേക്കാണ്. ഡാം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കർണാടകയുടേതാണ് ബീച്ചനഹള്ളി ഡാം. അത് തുറന്നിട്ടുണ്ട്, കൃഷി ആവശ്യത്തിനും മറ്റുമായി തുറന്നിട്ടുണ്ട്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ ഒരു ദുരിതപ്പെയ്ത്തിൻ്റെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് പുലർച്ചെ മുതൽ ഈ കൈനാട്ടിയിലെ ഒരു ഉരുൾപൊട്ടലിന് സമാനമായ മലയിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ അതുണ്ടായി. അത് ഈ കൈനാട്ടി എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ്. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ബൈപ്പാസിലാണ് ഈ സംഭവം ഉണ്ടായത്. ബൈപ്പാസിലേക്ക് ഇന്ന് പുലർച്ചെ മുതൽ വെള്ളം കുത്തിയൊലിച്ച് പാറകളും മറ്റും അടിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് പിന്നീട് ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടലാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ, അതായത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുകളിൽ കോറികളുണ്ട്, നേരത്തെ പ്രവർത്തിച്ചിരുന്ന കോറികളാണ്. മാത്രമല്ല ചെറു തടയണകൾ മുകളിലുണ്ട്. ഇതിലെല്ലാം തന്നെ വെള്ളം തിങ്ങി നിറഞ്ഞ അത് ബണ്ട് പൊട്ടി താഴേക്ക് കുത്തിയൊലിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 8 മണിയോട് കൂടിയാണ് പൂർണ്ണമായ രീതിയിൽ ബൈപ്പാസ് വഴിയുള്ള ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും വയനാട്ടിൽ അതിതീവ്ര മഴ തുടരും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. ഇതിൻ്റെ ഭാഗമായാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീഴ്ത്തടങ്ങൾ, അതായത് നൂൽപ്പുഴ, ഒപ്പം തന്നെ മറ്റ് കല്ലൂർ പുഴ അടക്കമുള്ള ചെറുപുഴകളെല്ലാം തന്നെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയുണ്ട്. ചിലയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. റോഡുകളെ മുറിച്ച് വെള്ളം ഒഴുകുന്ന സ്ഥിതിയുണ്ട്. ഇതെല്ലാം വലിയ രീതിയിലുള്ള കൃഷിനാശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതും മറ്റൊരു പ്രതിസന്ധിയായി തുടരുന്നു. വയനാട്ടിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മലയോര മേഖലയിൽ താമസിക്കുന്നവർ ധാരാളമുണ്ട്. നേരത്തെ പുത്തുമലയുടെ അടക്കമുള്ള ഉരുൾപൊട്ടൽ അനുഭവങ്ങളുള്ള ഇടമാണ് വയനാട്. സ്വാഭാവികമായും മുകൾ തട്ടിലുള്ള ആളുകളെല്ലാം തന്നെ ശ്രദ്ധിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല പുഴയുടെ തീരങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേർന്നത്.